ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വ്ളോഗ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് അതൊന്ന് ഒത്തു വന്നത്. ഇന്ന് ഞാൻ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വ്ളോഗാണ് ചെയ്യുന്നത്. ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യും പോലെ തന്നെ പാല് കാച്ചലോടെ തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എന്തായാലും എന്നെ പറ്റിച്ചില്ല കേട്ടോ. ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ പാല് കാച്ചാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് തൂവി കളഞ്ഞ് എനിക്ക് പണി ഉണ്ടാക്കി ഒക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാനത് ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് പണിയും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്കത് ഇന്ന് പണി ഉണ്ടാക്കിയില്ല, കറക്റ്റായിട്ട് ഓഫ് ചെയ്യാൻ പറ്റി. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. നല്ല സോഫ്റ്റും ഹോട്ടായിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലി തട്ടിന്ന് ഒന്നും ഒട്ടാതെ തന്നെ ഇങ്ങനെ ഇളകി വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ അവളുടെ ലഞ്ച് ബോക്സ് ഞാൻ പാക്ക് ചെയ്യായിരുന്നു. നല്ല ഹോട്ട് ഇഡ്ഡലി ആൻഡ് ചട്നി ആയിരുന്നു ഞാൻ അന്ന് ഉണ്ടാക്കിയത്. ഇത് ആക്ച്വലി 2 days ബിഫോറിൻ്റെ ഒരു വ്ളോഗാണ്. എനിക്ക് ആക്ച്വലി അപ്പോഴിടാൻ പറ്റിയില്ല, പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോസ്റ്റ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഇഡ്ഡലി ആയിരുന്നു. കണ്ടില്ലേ, ഞാൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ഫോൺ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ഇത് കിട്ടാത്തത്. ഓക്കെ, ഫോണ് ഒരു കയ്യിൽ, പിന്നെയാണ് ഞാൻ ഒരു കൈ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ഫ്രഷ് ഇഡ്ഡലീസ് നമുക്ക് എടുത്തു. അത് ഫുൾ എടുത്തതിന് ശേഷം നമുക്ക് ഫുള്ള് ക്ലീൻ ആയതുപോലെയാണ് ആ ഇഡ്ഡലി തട്ടിയിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കണ്ടോ, ക്ലീൻ ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കും പോലെയാണ് ഇഡ്ഡലീസ് ഫുള്ളും എടുത്തപ്പോഴത്തേക്കും. നല്ല കോക്കനട്ട് ചട്നിയാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ചൂട് ഇഡ്ഡലിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ് കോക്കനട്ട് ചട്നി. അപ്പോൾ അവളുടെ ലഞ്ചും സ്നാക്സും ഒക്കെ പാക്ക് ചെയ്ത് അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി. ബിക്കോസ് അവൾ ഇറങ്ങിയതിന് ശേഷം 1 hour കഴിഞ്ഞിട്ടാണ് ചേട്ടന് പോവേണ്ടത് ഓഫീസിലോട്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി അടുത്ത സെറ്റ് ഓഫ് ഇഡ്ഡലി വെച്ചു. അവളുടെ അത് ചെയ്തതിന് ശേഷം അടുത്ത സെറ്റ് ഓഫ് ഇഡ്ഡലി ചൂടോടെ ചേട്ടന് ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി അടുത്ത സെറ്റ് ഓഫ് ഇഡ്ഡലി റീഫിലൊക്കെ ചെയ്ത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ചു. അപ്പോഴപ്പോഴായിട്ടുള്ളതേ ഞാൻ വെക്കുന്നുള്ളൂ, അല്ലാതെ നേരത്തെ അങ്ങനെ വെക്കുന്നില്ല. ഫ്രഷും ചൂടായിട്ട് നല്ല കൊടുക്കാൻ പറ്റും. അപ്പം ഒരു 10 minutes ടൈമർ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി അവിടെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ചട്നി ഞാൻ പറഞ്ഞില്ലേ, രാവിലെ അരച്ച ഫ്രഷ് ചട്നി ആയിരുന്നു, അതുതന്നെയാണ് ചേട്ടനും കൊടുക്കുന്നത്. ഫ്രഷ് ഇഡ്ഡലി റെഡിയായി. ഇനി ചേട്ടൻ ഫുഡൊക്കെ കഴിച്ച് ഓഫീസിലോട്ട് പോയി. ഇന്ന് കാറിലാണ് ആൾ പോകുന്നത് ഓഫീസിലോട്ട്. അപ്പോൾ എനിക്ക് കഴിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുക്കാമെന്ന്. അങ്ങനെ കാറിൽ ഓഫീസിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കും. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 11:30-ക്കാണ്. ഇത് കുറച്ച് ഫാസ്റ്റാണ് കേട്ടോ ഈ ക്ലോക്ക്. അപ്പം ആദ്യം തന്നെ അരി അടുപ്പത്തോട്ട് ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അരി തിളച്ച് വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂട്ടാനും പിന്നെ ഒഴിച്ച് കഴിക്കാനുള്ളതും ഒക്കെ ഒന്ന് റെഡിയാക്കും. പെട്ടെന്ന് തന്നെ ഒരു 1.5 hours ഇതൊക്കെ ഒന്ന് റെഡിയാവും. പുള്ളിക്കാരൻ 2 മണിക്കാണ് ചേട്ടൻ ഊണ് കഴിക്കാനായിട്ട് വരാറുള്ളത്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ചൂടോടെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 11:30 കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തടുക്കാൻ മാത്രം ചെയ്യണം. കടുകും താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു കറി കിട്ടി. വെജാണ് എല്ലാം ഞാനന്ന് ചെയ്തത്. ബിക്കോസ് വാവ് ബലി വരുന്നത് കൊണ്ട് ഒരു 2 days ബിഫോർ തന്നെ ഞാൻ ആ വ്രതം ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും തലേദിവസം എടുത്താലും മതി, പക്ഷേ ഞാനത് 2 days ബിഫോർ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ബലി ഇടുന്നതാണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കൂട്ടാനും റെഡിയായി. അരി നമ്മൾ തിളയ്ക്കാനായിട്ട് ഇട്ടു, അത് വാർത്തിയിട്ട് ഞാൻ ഇതിൽ വെച്ചിരിക്കുകയാണ് ചൂടോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലഞ്ച് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങൾ മാത്രം കഴുകി വെച്ചു, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. സോ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ബഹളത്തിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ കിച്ചൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഒന്നിനി ക്ലീൻ ചെയ്യണം. ഇതിന് ശേഷം ഞാൻ ഫുള്ളൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയത്തില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഫോണിൽ ഒരു കൈ വെച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്തു. പിന്നെ ഓരോരോ സെക്ഷനായിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തത്. വാഷിംഗ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തു. ഒരു 2 days എടുത്തിട്ടാണ് ഞാൻ ഈ പ്രോസസ്സൊക്കെ ചെയ്തത്. അപ്പം കിച്ചൺ ക്ലീൻ ചെയ്തു, ഇത് ചെയ്തു. പിന്നെ അടുത്തത് ഡൈനിങ് ഏരിയയൊക്കെ ക്ലീൻ ചെയ്തു. കോർണർ ഷെൽഫ് ഉണ്ടായിരുന്നു, അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തു. എല്ലാ ഫാൻസും ക്ലീൻ ചെയ്തു. ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.